യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. മാർ ഇവാനിയോസ് പാദാനുയാത്ര 2024. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വർഷത്തെ മാർ ഇവാനിയോസ് പാദാനുയാത്രയിൽ മാർ തിയോഫിലോസ് പിതാവിനെ കൂടി കൂട്ടുപിടിക്കുകയാണ്. ഒരുപക്ഷെ മാർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും മാർ ഇവാനിയോസിൻ്റെ ആദ്യത്തെ പാദാനുയാത്രികൻ എന്ന് കരുതുകയാണ്. കാരണം കോട്ടയം MD സ്കൂളിൽ ഫാദർ PT ഗീവർഗീസ് പ്രിൻസിപ്പലായും യാക്കോബ് ഷെമ്മാശൻ വാദ്യാരായിട്ടും കഴിയുന്ന കാലം മുതലേ കൽക്കട്ട സെറംപൂർ കോളേജിലൂടെയും മുണ്ടന്മല ബഥനി ആശ്രമത്തിലൂടെയും പുനരുക്ക പ്രസ്ഥാനത്തിലൂടെയും തിരുവല്ല രൂപത പ്രഥമ അധ്യക്ഷൻ പദവി വരെയും തുടർന്നങ്ങോട്ട് 1953 മാർ ഇവാനിയോസിൻ്റെ മരണം വരെയും ആ കാൽപാദങ്ങളെ പിന്തുടർന്ന മറ്റ് ഇരു കാൽപാദങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണം നാം അനുമാനിക്കാൻ. അപ്പോൾ മാർ ഇവാനിയോസിൻ്റെ ഈ പാദാനുയാത്രയിൽ മാർ തിയോഫിലിസിനെ മറന്ന് നമുക്ക് ഒരു യാത്ര അഭികാമ്യമല്ല. മാർ ഇവാനിയോസിൻ്റെ സന്യാസ പ്രസ്ഥാനത്തിന് സിദ്ധിയായി അദ്ദേഹം തിരഞ്ഞെടുത്തത് പ്രാർത്ഥനയും പ്രവർത്തനവുമാണ്. ഇതിന് സാർത്ഥകമായി ബഥനിയിലെ 2 വ്യക്തികളെയും അദ്ദേഹം അവതരിപ്പിച്ച് അതിനെ കൂടുതൽ ബിബ്ലിക്കൽ ആക്കി മാറ്റി. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബഥനിയിലെ മറിയം പ്രാർത്ഥനയുടെയും മാർത്ത പ്രവർത്തനത്തിൻ്റെയും പ്രതീകങ്ങളായി മാറി. ബഥനി ഈ കാര്യങ്ങൾ രണ്ടും സമ്യക്കായി അവതരിപ്പിക്കണമെങ്കിലും സിദ്ധിയുടെ 2 കാര്യങ്ങളും 2 പേരും അല്പം സ്ട്രെസ് കൊടുക്കണമെന്ന് മാർ ഇവാനിയോസ് തിരിച്ചറിഞ്ഞു. മേരിയുടെ റോളിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മർത്തായുടെ റോളിനെ പ്രശംസിച്ചുകൊണ്ട് അവളെ അഭിനന്ദിക്കാനും കർത്താവ് മടിച്ചില്ല. ഈ മറിയം മാർത്ത ഭാവങ്ങളുടെ സമുച്ചയമാണ് ബഥനി ഉന്നം വയ്ക്കുന്നത്. ഇനിയും സിദ്ധിയുടെ ഈ ഇരുഭാവങ്ങളും വന്യപിതാക്കന്മാരിലും ബഥനിയുടെ ആദ്യ അംഗങ്ങളിലും എങ്ങനെ സമന്വയിപ്പിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. മാർ ഇവാനിയോസിൻ്റെ പ്രീ പെരുന്നാട് ജീവിതത്തിൽ ഒരു മാർത്ത ഭാവമായി മാലെ നിഴലിച്ചിരുന്നത് സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തനിക്ക് ഒരു മിഷണറി സമൂഹം സ്ഥാപിക്കാനായിരുന്നു പ്ലാനെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് താൻ ഉദ്ദേശിച്ച സഭാ നവീകരണം സാധിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കിയ മാർ ഇവാനിയോസ് ആത്മപരിത്യാഗികളായ സന്യാസികളുടെ ഒരു കൂട്ടം തന്നെ ആണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞു. അതനുസരിച്ചാണ് അദ്ദേഹം മുണ്ടമ്പല കയറിയത്. ഇത് മാർത്താ ഭാവത്തിൽ നിന്ന് മറിയം ഭാവത്തിലേക്കുള്ള ഒരു പരിണാമമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ മുണ്ടന്മല ഇറങ്ങേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മാർത്താ ഭാവം എടുത്ത് അണിയേണ്ടി വന്നു. താൻ സ്ഥാപിച്ച് താലോലിച്ച് വളർത്തിയ ബഥനിയെ മാർ തിയോഫിലോസിൻ്റെയും ആദ്യ സന്യാസികളുടെയും കൈകളിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഒരു പ്രാദേശിക സഭയെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. ഇവിടെയും വീണ്ടും ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം, അത് മാർത്ത ഭാവത്തിലേക്ക്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒന്ന് വിട്ട് മറ്റതിലേക്ക് എന്ന് അർത്ഥം വയ്ക്കുന്നില്ല. ഈ ട്രാൻസിഷൻ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം.
ഇനിയും ഈ കാര്യത്തിൽ മാർ തെയോഫിലോസ് തിരുമേനിയുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം. ബഥനി പെരുന്നാട് മല ഇറങ്ങും വരെയും യാക്കോബ് ശമാശൻ, പിന്നെ യാക്കോബ് അച്ഛൻ, തെയോഫിലോസ് മെത്രാപ്പോലിത്ത എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ പാദാനുയാത്രികനായിരുന്നു. എന്നാൽ മാർ ഈവാനിയോസിലുണ്ടായ മാർത്ത മറിയം ഭാവവ്യത്യാസങ്ങൾ വലിയ തോതിൽ മാർ തെയോഫിലോസിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ബേസിക് റിലീജിയസ് ഡിസിപ്ലിൻ BRD അദ്ദേഹത്തിൽ രൂഢമൂലമായിരുന്നതിനാൽ തന്നെ ഏൽപ്പിച്ച സന്യാസാർത്ഥികളെ സന്യാസം അഭ്യസിപ്പിച്ചുകൊണ്ട് ബഥനിയുടെ ഗുരുവച്ചനായി മാറുകയും ചെയ്തു. മാർ ഈവാനിയോസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ അതിനോട് 100% യോജിക്കുകയും എന്നാൽ ദൈവഹിതം തിരിച്ചറിയുന്നതിൽ മാർ ഈവാനിയോസിന് നല്ല ഉപദേശങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ബഥനിയെ അതിൻ്റെ കാരിസ്യത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ മാർ തെയോഫിലോസ് അശ്രാന്തം പരിശ്രമിച്ചു. അതിനാൽ നമുക്ക് മാർ തെയോഫിലോസിനോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും കടപ്പാടും ഉണ്ട്. ആയതിനാൽ തന്നെ നമ്മുടെ ഈ രണ്ട് പിതാക്കന്മാരോടും ഏതാണ്ട് ഒരേ സമീപനമായിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം മാർത്തയില്ലാതെ മേരിയില്ല, മേരിയില്ലാതെ മർത്തയുമില്ല എന്ന് പറഞ്ഞതുപോലെ മാർ ഈവാനിയോസും മാർ തെയോഫിലോസും പരസ്പര പൂരകങ്ങളാണ്. ഇനിയും ഇവ രണ്ടുപേരുടെയും ജീവചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. മാർ ഈവാനിയോസ് 1882 ജനനം, 1900 ശമാശപ്പട്ടം, 1908 വൈദിക പട്ടം, 1919 ബഥനി സ്ഥാപനം, 1929 മെത്രാനായി സ്ഥാനാരോഹണം, 1930 പുനരൈക്യം, 1953 ചരമം. ഇനിയും മാർ തെയോഫിലോസ് 1891 ജനനം, 1920 വ്രതാനുഷ്ഠാനം, 1924 വൈദിക പട്ടം, 1929 പട്ടാഭിഷേകം, 1934 അദ്ദേഹം രോഗാവസ്ഥയിലാകുന്നു, 1956 ചരമം. അങ്ങനെ മാർ ഈവാനിയോസിന് മാർ തെയോഫിലോസിനേക്കാൾ 9 വയസ്സ് മൂപ്പും മരണത്തിൽ 3 വയസ്സിന് എളുപ്പവുമാണ്. അവർ സമകാലികരായിരുന്നെങ്കിലും രണ്ട് പിതാക്കന്മാർക്കും അവരവരുടേതായ പങ്ക് സഭയിലും സന്യാസത്തിലും വഹിക്കാനുണ്ടായിരുന്നു. 1934 തെയോഫിലോസ് തിരുമേനി ശയ്യാവലംബനായെങ്കിലും സമൂഹത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് മാർ തെയോഫിലോസ് ശ്രദ്ധിച്ചു. ഇതിൻ്റെ എക്സ്റ്റസി എക്സെൻട്രിസിറ്റി ആയിട്ട് പലരും വ്യാഖ്യാനിച്ചു. ഒരു വിശുദ്ധൻ്റെ ജീവിതം നയിച്ച അദ്ദേഹത്തെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. തെയോഫിലോസ് തിരുമേനി ഒരു വിശുദ്ധനായി ജീവിച്ചു എന്ന് സമർത്ഥിക്കുന്ന ഏതാണ്ട് 20ഓളം പോയിന്റുകൾ 2016 ജൂലൈയിലെ ഐക്യദീപത്തിൽ ഈ ലേഖകൻ തന്നെ കൊടുത്ത് സമർത്ഥിച്ചിട്ടുണ്ട്. വിസ്താര ഭയത്താൽ അവ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ദേവദാസനായിരുന്ന യാക്കോബ് മാർ തിയോഫിലോസ് എന്നാണ് ഐക്യദീപത്തിലെ ലേഖനത്തിൻ്റെ തലക്കെട്ട്. ദേവദാസൻ പദവിയിൽ നിന്ന് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ ഈവാനിയോസിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കണമേ എന്ന് നമ്മൾ സഭയൊന്നാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ രണ്ട് വന്യപിതാക്കന്മാരും വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും വരെ നമ്മൾ സഭാമക്കൾക്ക് വിശ്രമമില്ല. ഇന്ന്
ബഥാന്യരായ നമ്മൾ മൺമറഞ്ഞ പിതാക്കന്മാരെയും ആദ്യകാല ബഥാനിയൻസിനെയും പിന്തുടരുന്നുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. മാർ ഈവാനിയോസ് തിരുമേനിയും മാർ തെയോഫിലോസ് തിരുമേനിയും വിഭാവനം ചെയ്ത പൗരസ്ത്യ ഭാരതീയ സന്യാസത്തിൽ ബഥനി വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാലഘട്ടവും ആണിത്. മാർ തെയോഫിലോസ് തിരുമേനിയെ സഹനത്തിലൂടെ വിശുദ്ധനായപ്പോൾ അദ്ദേഹം അവലംബിച്ചത് സഹന, ഭക്തി, ജ്ഞാന മാർഗങ്ങളാണ്. മാർ ഈവാനിയോസ് തിരുമേനി ജ്ഞാന, കർമ്മ, ഭക്തി മാർഗങ്ങളാണ് അവലംബിച്ചത്. മാർഗങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ലക്ഷ്യം വിശുദ്ധി തന്നെ. ഈ രണ്ട് പിതാക്കന്മാരുടെയും പാദാനുയാത്രയിലൂടെ അവരുടെ ജീവിതങ്ങളെ അനുഗമിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴിയായി സന്യാസ മൂല്യങ്ങളെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.